വളരെ കുറച്ച് സമയം കൊണ്ട് ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ് ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത്. വെജിറ്റബിൾസൊക്കെ ചേർത്തിട്ടൊരു ഗോതമ്പ് ദോശയും പിന്നെ ചുവന്ന കളറിലുള്ളൊരു ചട്നിയുമാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. ഈ ചട്നി കടലപ്പരിപ്പും ഉണക്കമുളകൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ചട്നിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഇത് രണ്ടും ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. ആദ്യം നമുക്ക് ദോശയ്ക്കുള്ള മാവ് റെഡിയാക്കാം. ഇതിനു വേണ്ടി ഇവിടെ എടുത്തിരിക്കുന്നത് 1 കപ്പ് ആട്ടയാണ്. ഇതിലേക്ക് ഇനി 1/4 കപ്പ് മൈദ ചേർക്കാം. 1 കപ്പ് ആട്ടയ്ക്ക് 1/4 കപ്പ് മൈദയാണ് ചേർത്തിരിക്കുന്നത്. ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. 1/4 ടീസ്പൂൺ ചെറിയ ജീരകം പൊടിച്ചത്, 2-3 നുള്ളി കായം പൗഡർ. ഇനി ഇതിലേക്ക് ചേർക്കേണ്ടത് വെജിറ്റബിൾസ് ആണ്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഒരു സവാളയുടെ പകുതി ചെറുതായിട്ട് അരിഞ്ഞത്, ഒരു തക്കാളിയുടെ പകുതി അതിലുള്ള കുരുവും വെള്ളമൊക്കെ കളഞ്ഞിട്ട് ചെറുതായിട്ട് അരിഞ്ഞത്, പിന്നെ കുറച്ച് മല്ലിയില അരിഞ്ഞതും 2 പച്ചമുളക് പൊടിയായിട്ട് അരിഞ്ഞതും. ഇത്രയാണ് എടുത്തിരിക്കുന്നത്. ഇത് മുഴുവൻ ഈ മാവിലേക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 2 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ഇത്രയും അളവിലുള്ള വെള്ളം നമ്മൾ ഇട്ടിരിക്കുന്ന പൊടിക്ക് കറക്റ്റ് അളവാണ്. നല്ല പാകത്തിൽ കിട്ടും. ഇനി നിങ്ങൾക്ക് കുറച്ച് ലൂസായിട്ടോ മറ്റോ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി ആട്ടപ്പൊടി ഇതിലേക്ക് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി അഥവാ കട്ടി കൂടുതൽ പോലെ തോന്നുകയാണെങ്കിൽ കുറച്ചുകൂടി വെള്ളം എടുത്തിട്ട് ആഡ് ചെയ്താൽ മതി. പക്ഷേ എനിക്ക് പൊതുവേ 2 കപ്പ് വെള്ളം ഇത്രയും അളവ് ആട്ടയും മൈദയും കൂടി എടുത്തു കഴിഞ്ഞാൽ കറക്റ്റായിട്ടാണ് വരാറുള്ളത്. അപ്പോൾ ആദ്യം നമുക്ക് പകുതി വെള്ളം ഒഴിച്ചിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. നന്നായിട്ട് മിക്സ് ആയതിനു ശേഷം ബാക്കിയും കൂടി ഒഴിച്ചിട്ട് വീണ്ടും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇതിവിടെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു പാകത്തിലാണിപ്പോൾ ഈ മാവ് ഇരിക്കുന്നത്. നമ്മൾ ഉഴുന്ന് ദോശയ്ക്ക് അരക്കുന്നില്ലേ, ആ ഒരു പാകത്തിലൊക്കെയാണ് ഈ മാവ് ഉണ്ടാവേണ്ടത്. അപ്പോൾ ഇനി നമുക്ക് ദോശ ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങാം. മാവ് റെഡി ആയിട്ടുണ്ട്. ദോശ ഉണ്ടാക്കാൻ വേണ്ടി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. തവ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് എണ്ണ പുരട്ടി കൊടുക്കാം. അതിനുശേഷം നമ്മൾ റെഡിയാക്കി വെച്ച മാവ് ഈ തവയിലേക്ക് ഒഴിച്ച് എല്ലാ ഭാഗത്തും ഒരുപോലെ ഒന്ന് നിരത്തി കൊടുക്കാം. തവയുടെ എല്ലാ ഭാഗത്തേക്കും മാവ് ഒഴിച്ചിട്ട് നിരത്തി കൊടുക്കാം. വെജിറ്റബിൾസോട് കൂടി തന്നെ ഒഴിക്കുക. നന്നായിട്ടൊന്ന് സ്പൂണ് വെച്ച് ഇളക്കിയതിന് ശേഷം മാവ് എടുക്കുകയാണെങ്കിൽ വെജിറ്റബിൾസ് ഒരേപോലെ എല്ലാ ഭാഗത്തും കിട്ടും. എല്ലാ ഭാഗത്തും ഒരുപോലെ മാവ് ഒഴിച്ചതിന് ശേഷം നമുക്കിത് മറ്റൊരു പാൻ വെച്ചിട്ട് ഇതൊന്ന് അടച്ച് വെക്കാം, അല്ലെങ്കിൽ ഒരു മൂടി വെച്ചിട്ട് അടച്ച് വെക്കാം. എന്നിട്ടിത് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചെടുക്കാം. നമ്മൾ സാധാരണ അരിദോശ അല്ലെങ്കിൽ ഉഴുന്ന് ദോശയേക്കാളൊക്കെ കൂടുതൽ സമയം എടുക്കും ഗോതമ്പ് ദോശ നന്നായിട്ട് വെന്ത് കിട്ടാൻ. അതുപോലെ നല്ല ക്രിസ്പി ആയിട്ടുള്ള ദോശ വേണമെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അധികം സമയം വെക്കേണ്ടി വരും. അപ്പോൾ കുറച്ചധികം ടൈം എടുക്കും എന്തായാലും ഗോതമ്പ് ദോശ നന്നായിട്ട് വെന്ത് കിട്ടാൻ. അപ്പോൾ നമുക്ക് ലോ ടു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതിൻ്റെ ഒരു ഭാഗം ആദ്യം നന്നായിട്ടൊന്ന് വേവിക്കാം. നിങ്ങൾ കണ്ണൂർ കിച്ചൺ ഇനിയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഈ ചുവന്ന ബട്ടൺ ഒന്ന് പ്രസ് ചെയ്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യൂ. എന്നിട്ട് അതിൻ്റെ അടുത്ത് കാണുന്ന ഈ ബെൽ ബട്ടൺ കൂടി ഒന്ന് പ്രസ് ചെയ്യൂ. അപ്പോൾ ഞാനിടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുന്നതായിരിക്കും. ഒരു 3 മിനിറ്റ് ഇതുപോലെ ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേവിച്ചതിന് ശേഷം നമുക്ക് ഈ പാൻ ഒന്ന് തുറന്ന് നോക്കാം. ഇതിപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടാവും, സൈഡിൽ നിന്നൊക്കെ വിട്ട് വരുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇത് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് ഇതിൻ്റെ മുകളിൽ കുറച്ചുകൂടി എണ്ണ ഒന്ന് ഒഴിച്ചു കൊടുക്കാം. ഒരു 1/2 ടീസ്പൂൺ വരെ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. എന്നിട്ട് മറ്റേ ഭാഗവും കൂടി നന്നായിട്ട് വേവാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. അതും ഒരു 2 മിനിറ്റ് സമയമൊക്കെ എടുക്കും നന്നായിട്ട് വെന്ത് കിട്ടാൻ. 1-2 മിനിറ്റിന് ശേഷം നമുക്ക് ഈ ദോശ വീണ്ടും ഒന്ന് തിരിച്ചിട്ട് നോക്കാം. ദോശയുടെ രണ്ടാമത്തെ വശവും നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഈ സമയത്ത് നമുക്ക് വേണമെങ്കിൽ ഈ ദോശ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ട് കഴിക്കാം, കാരണം ഇത് നന്നായിട്ട് വെന്തിട്ടുണ്ട്. പക്ഷെ നമുക്ക് ഈ ദോശ കുറച്ചൊന്ന് ക്രിസ്പി ആയിട്ട് കിട്ടണമെങ്കിൽ കുറച്ച് സമയം കൂടി തിരിച്ചും മറിച്ചും ഇട്ട് നന്നായിട്ടൊന്ന് ക്രിസ്പിയാക്കി എടുക്കണം. ഇതുപോലെ വീണ്ടും 1-2 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് ക്രിസ്പിയാക്കി എടുക്കാം. ഇതിപ്പോൾ ഞാൻ 3-4 പ്രാവശ്യം തിരിച്ചും മറിച്ചും ഇട്ട് എല്ലാ ഭാഗവും നന്നായിട്ടൊന്ന് മൊരിച്ചെടുത്തിട്ടുണ്ട്. ഈ ദോശ ഇപ്പോൾ നല്ല ക്രിസ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. ഇനി ഇത് നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. ആദ്യം നമുക്കിതൊന്ന് മടക്കി വെച്ചിട്ട് അതിനുശേഷം പ്ലേറ്റിലേക്ക് മാറ്റാം. നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നുണ്ടാവും, നല്ല ക്രിസ്പി ഗോതമ്പ് ദോശയാണ്. അപ്പോൾ നമ്മുടെ ദോശ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ടേസ്റ്റി ഗോതമ്പ് ദോശ ഇവിടെ റെഡി ആയി കഴിഞ്ഞു. ഇനി നമുക്ക് ഈ ദോശയ്ക്ക് വേണ്ടിയിട്ടുള്ള ചട്നി റെഡിയാക്കണം. ചട്നിക്ക് വേണ്ടിയിട്ട് ആദ്യം തന്നെ നമുക്ക് ഒരു ചെറിയ കഷ്ണം പുളി ഒരു ബൗളിലേക്ക് ഇടാം. ഇതിലേക്കൊരു 3-4 ഉണക്കമുളകും കൂടി ചേർക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് ഇതൊന്ന് കുതിർത്തെടുക്കണം. ഒരു 5 മിനിറ്റ് ഇതുപോലെ ചൂടുവെള്ളം ഒഴിച്ച് വെക്കുമ്പോഴേക്കും ഈ പുളിയും ഉണക്കമുളകും കൂടി നന്നായിട്ട് കുതിർന്ന് വരും.
അത്ര വരെ നമുക്കിതിവിടെ അടച്ചു വെക്കാം. ഈ സമയം കൊണ്ട് നമുക്ക് കടലപ്പരിപ്പൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം. അതിനുവേണ്ടി ഞാനൊരു ചെറിയ പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഈ പാൻ ചൂടാകുമ്പോൾ ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ വരെ കടലപ്പരിപ്പ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം. ഏകദേശം 1 മിനിറ്റ് വരെ ഈ കടലപ്പരിപ്പ് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്യാം. ചെറുതായിട്ടൊന്ന് കളർ മാറി വരുന്ന സമയത്ത് നമുക്ക് ഈ കടലപ്പരിപ്പ് അടുപ്പത്തു നിന്ന് മാറ്റാവുന്നതാണ്. വളരെ പെട്ടെന്ന് തന്നെ ഇത് റെഡിയാവും. കടലപ്പരിപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിത് അടുപ്പത്തു നിന്ന് മാറ്റുകയാണ്. ഇനി ഒരു മിക്സിയുടെ ചെറിയ ജാർ എടുത്ത് നമ്മൾ നേരത്തെ സോക്ക് ചെയ്ത് വെച്ച പുളിയും മുളകും ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കാം. ഇതിലേക്ക് ഒരു ചെറിയ കഷ്ണം സവാള ചേർക്കാം. ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ ഉണ്ടാവുള്ളൂ. ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം. നമ്മൾ റോസ്റ്റ് ചെയ്ത് വെച്ച കടലപ്പരിപ്പും ഇതിലേക്ക് ചേർക്കാം. ഒരല്പം ഉപ്പും കൂടി ചേർക്കാം. എന്നിട്ട് ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഞാനിതിവിടെ നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. നമ്മുടെ ചട്നി റെഡി ആയി കഴിഞ്ഞു. ഇത് താളിക്കേണ്ട ആവശ്യമൊന്നുമില്ല. വേണമെങ്കിൽ കടുക് താളിച്ച് ചേർക്കാം. പക്ഷേ ചേർത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇതുപോലെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. ഞാനിതിൽ താളിച്ചൊഴിക്കാറില്ല. അങ്ങനെ നമ്മുടെ ഹെൽത്തി ഗോതമ്പ് ദോശയും റെഡ് ചട്നിയും ഇവിടെ റെഡി ആയി കഴിഞ്ഞു. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചട്നിയാണ് ഇത്. നമുക്ക് ഗോതമ്പ് ദോശയുടെ കൂടെ മാത്രമല്ല, ഉഴുന്ന് ദോശയ്ക്കും സാദാ ദോശയ്ക്കും ഒക്കെ ഈ ചട്നി ഉണ്ടാക്കാം. നല്ല ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഈ ചട്നിയും കൂട്ടിയിട്ട് ദോശ ഒന്ന് കഴിച്ച് നോക്കാം. വെജിറ്റബിൾസൊക്കെ ചേർത്തതുകൊണ്ട് നല്ല ടേസ്റ്റാണ് ഈ ഗോതമ്പ് ദോശ. ചട്നി ഇല്ലാതെയും നമുക്ക് വേണമെങ്കിൽ ഈ ദോശ കഴിക്കാം. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ചൂടോടുകൂടി തന്നെ കഴിക്കണം. തണുത്ത് കഴിഞ്ഞാൽ അത്ര നന്നാവില്ല. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. നല്ല സിമ്പിൾ ബ്രേക്ക്ഫാസ്റ്റാണ്, അതേപോലെ ഹെൽത്തിയുമാണ്. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. താങ്ക്